CPM ജില്ലാ സെക്രട്ടറിമാർ ഇടിച്ചു കയറുന്നവരല്ലെന്ന മന്ത്രി മുഹമ്മദ് റിയാസ്. ടി സിദ്ദിഖിനെ കൂക്കി വിളിച്ചതും ശരിയായില്ല. ഏതായാലും മമ്മൂട്ടിയെ തള്ളി പിണറായി വിജയനും മുഹമ്മദ് റിയാസും രംഗത്ത് വന്നിരിക്കുകയാണോ? പിന്നിൽ ന്യൂനപക്ഷ വോട്ട് നഷ്ടമാകുമോ എന്ന ഭയമാണോ എന്ന ചോദ്യങ്ങളുമായി സോഷ്യൽ മീഡിയ രംഗത്തുണ്ട്. വയനാട് സർക്കാർ പണിത ടൗൺഷിപ്പ് സന്ദർശിക്കാനെത്തിയ മമ്മൂട്ടി തന്റെ അരികിൽ നിന്നും മാറാതെ നിൽക്കുന്ന CPM വയനാട് ജില്ലാ സെക്രട്ടറിയോട് റഫീഖിനോട് മാറി നിൽക്കാൻ പറഞ്ഞ സംഭവത്തിൽ റഫീഖിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്തെത്തിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും മമ്മൂട്ടിക്കെതിരെ ശക്തമായ സൈബർ ആക്രമണം ഉയർന്നതോടെയാണ് മുഖ്യമന്ത്രിയും മരുമകനും പ്ലേറ്റ് മാറ്റിയതെന്നാണ് വിമർശനം. വെറുതെ ഇടിച്ചു കയറുന്നവരല്ല CPM ജില്ലാ സെക്രട്ടറിമാർ, ഇതായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖിനെ വാനോളം പുകഴ്ത്തിയും റഫീഖിന്റെ വീട് സന്ദർശിച്ചുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മമ്മൂട്ടിയെ തള്ളിപ്പറഞ്ഞത്. ഈ സംഭവത്തിൽ മമ്മൂട്ടി മാപ്പ് പറയുകയും ചെയ്തു. CPM ജില്ലാ സെക്രട്ടറിമാർ ഇടിച്ചു കയറുന്നവരല്ലെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ആവർത്തിച്ചത്. ദുരന്ത മേഖലയിൽ സജീവമായി പ്രവർത്തിച്ച ആളാണ് വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ്. ആ നിലയിലാണ് അവിടെ പോയത്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ് മമ്മൂട്ടി. മമ്മൂട്ടിയുടെ സന്ദർശനം സദുദ്ദേശപരമാണെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ടി സിദ്ദിഖിനെ കൂക്കി വിളിച്ച സംഭവത്തിൽ മന്ത്രി പ്രതികരിച്ചു. പ്രാദേശിക പ്രശ്നങ്ങളുടെ ഭാഗമാകാൻ പ്രതിഷേധം, എന്നാൽ കൂക്കി വിളിച്ച നടപടി ശരിയല്ലെന്നും റിയാസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് വയനാട് CPM ജില്ലാ സെക്രട്ടറി K റഫീഖിനെതിരെ മമ്മൂട്ടി അതൃപ്തി പ്രകടിപ്പിച്ചത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപക വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മമ്മൂട്ടിക്കെതിരെ ആക്ഷേപവും രൂക്ഷ വിമർശനവുമായി ഇടത് സൈബർ ഹാൻഡിലുകൾ രംഗത്തെത്തി. എന്നാൽ CPM ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് ആയുധമാക്കുകയാണ് UDF. ജനങ്ങളുടെ ടൗൺഷിപ്പ് എന്ന മമ്മൂട്ടിയുടെ പരാമർശവും ഉന്നയിച്ചാണ് UDFന്റെ വിമർശനം. കഴിഞ്ഞ ദിവസമാണ് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ ജില്ലാ സെക്രട്ടറി K റഫീഖിനോട് മമ്മൂട്ടി അതൃപ്തി പ്രകടിപ്പിച്ചത്. അതേസമയം മമ്മൂട്ടി ആഗ്രഹിച്ചത് സ്വകാര്യ സന്ദർശനമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ടൗൺഷിപ്പിൽ ഇത് സ്വകാര്യ സന്ദർശനം മാത്രമാക്കി നിലനിർത്താൻ മമ്മൂട്ടി നിർദ്ദേശിച്ചിരുന്നു. മമ്മൂട്ടി ചെന്നൈയിൽ നിന്നെത്തിയത് ടൗൺഷിപ്പ് കാണാൻ മാത്രമാണെന്നും മാധ്യമങ്ങളെപ്പോലും അറിയിക്കാതെയായിരുന്നു സന്ദർശനമെന്നും മമ്മൂട്ടിയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നു. ടൗൺഷിപ്പിലേക്ക് വരാൻ ആരോടും മമ്മൂട്ടി ആവശ്യപ്പെട്ടിരുന്നില്ല. CPM നേതാക്കൾ തുടർച്ചയായി അനുഗമിക്കുകയും ജനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്തതോടെയാണ് മമ്മൂട്ടി മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത്.